ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അച്ഛൻ ഭയങ്കര സിഗരറ്റ് വലിയ. അപ്പോൾ അച്ഛന് കാല് പാടില്ല, വീണിട്ട് എന്തോ പ്രശ്നമായിരുന്നു. ഞാൻ എന്നോട് ഇടാ താഴെ മധുവിൻ്റെ കടയിൽ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, ഓ ശരി അച്ഛാ, നീ എന്തോ സിഗരറ്റ് മേടിക്കും? നമ്മൾ സിഗരറ്റ് എന്ന് പറയാം. എടാ അതല്ല, സിഗരറ്റിൻ്റെ പേര് പനാമ സിഗരറ്റ്. ഞാൻ ചോദിച്ചു പനാമ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക പനാമ സിഗരറ്റ്. നീ ഒരു കാര്യം ചെയ്യും, പനാമ സിഗരറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലിട്ട് അങ്ങനെ അങ്ങ് നടന്നോ മധുവിൻ്റെ കട വരെ. അപ്പോൾ സാറാണ് മധു കടയുടെ. ഞാൻ അവിടെ വരുമ്പോൾ എന്നോട് ചോദിക്കണം എന്ത് വേണമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ദേ ഇവിടെ നിന്ന് നടന്നു വരും കേട്ടോ. പനാമ സിഗരറ്റ് എന്ത് വേണം? സിനാമ പകരറ്റ് ഒരു പാക്കറ്റ്. എറിഞ്ഞാലുണ്ടല്ലേ ഞാൻ സാറത് തമാശ. എന്റെ മന്മത, നീ ഒന്ന് എഴുന്നേറ്റ് പോവോ? വേണ്ടെങ്കിൽ വേണ്ട, ഇതിപ്പോൾ നാളെ ഓഡിറ്റ് കഴിഞ്ഞാൽ നീ എഴുന്നേറ്റ് ഒന്ന് പോകുന്നു, ഞാൻ അതൊന്ന് ശരിയാക്കട്ടെ. ഈ ടെൻഷനാണ് കണക്ക് ശരിയാവാത്ത. സാർ റിലാക്സ്ഡ് അല്ല, ഒരു തമാശ പറഞ്ഞ് അത് ആസ്വദിക്കാനുള്ള ശേഷിയില്ല, പിന്നെ എന്ത് ചെയ്യാൻ? സാറേ എന്തായി? ടാലിയാ? എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ട്. ഓടിച്ചു വിട്? ആര്? കോയ സാറ്. എന്തിന്? സാറിന്റെ കണക്ക് തെറ്റണത് ഞാൻ അവിടെ ഇരുന്നിട്ടാന്ന്. നിങ്ങൾ ഈ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് എണ്ണി ടാലി ആക്കണം. ഞാൻ പറഞ്ഞില്ല പറഞ്ഞ എന്റെ സാറേ, കോയ സാറിന് കണക്കറിഞ്ഞൂടാ. അത് ഞാൻ പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുത്തപ്പോ ഈഗോ വർക്കൗട്ടായി. ഈഗോ വർക്കൗട്ടായോ? ആരുടെ അടുത്ത്? നിങ്ങളുടെ അടുത്തോ? അയ്യോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കളിക്കണ കളിയല്ല കുളിക്കണ കുളം. കണക്കറിയാത്ത ആളെ പെണ്ണത് ആണെന്നേ. ഈശ്വര, കണക്ക് ടാലിയായി കിട്ടണേ. ടാലിയായി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്വർണത്തിൻ്റെ ഒരു അല്ല വെള്ളിയുടെ പിച്ചള അല്ല, എനിക്ക് ആ സമയത്ത് എന്താ കഴിയാച്ചാ ഞാൻ കഴിയണത് തന്നോളാം ഈശ്വര. സാറേ സാറേ, ആ ദൈവത്തിനോട് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യരുത്. ബാർഗൻ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ നിങ്ങൾ വിചാരിച്ചത്? ജോലി പോണ കേസാണ്, കളിക്കല്ല. എന്നോട് പറയണ എന്തിനാ? കോയ സാറിനോട് പറ. എല്ലാരോടും കൂടി പറഞ്ഞതാണെന്ന്. എന്റെ സംശയം അതല്ല. എന്താണ്? കളിക്കണ കളിയല്ല കുളിക്കണ കുളമെന്ന് പറഞ്ഞില്ലേ, അതെന്താ? അത് ഉണ്ട. ആ അതല്ലേ കോയ സാർ എന്നെ തെറ്റിച്ചോണ്ടിരിക്കണത്. എന്റെ മണ്ടു, എവിടെയെങ്കിലും പോയി ഇരിക്കുന്നീ. ഒരു ഇത്തിരി മനസമാധാനം കൊണ്ടാ ഇതാകെ പെനഞ്ഞ് കിടക്കാണ് ഞാന്. 265 8 265 8 എത്രയാണ്? 3 അവസാനം. 273. 3 ആ എന്തായി പോയാ? കാലിയായാ സാറേ? ആയോ? 650 ഉണ്ട്. 650? അയ്യോ, അപ്പൊ ബാക്കി 36 കുറവുണ്ട്. 36 ഉണ്ട കാണാനില്ല. കണക്ക് തെറ്റിയതായിരിക്കും. ഇത് സാറിന് കണക്കറിയാൻ പാടില്ല. പറഞ്ഞ പോലെ ഒന്നുകൂടി എണ്ണേണ്ടി വരുമോ? നിങ്ങൾക്ക് തെറ്റിയോ? ഇക്കങ്ങനെ കണക്കൊന്നും തെറ്റില്ല സാറേ. ഞാൻ നോക്ക്, എന്റെ വാപ്പാക്ക് തേങ്ങ കച്ചവടാ. അന്ന് ആ കാലത്ത് ചെറുപ്പത്തിന് 10,000 ചില്ലാതെ നാളുകാരെ എണ്ണീറ്റ് സ്കൂളിൽ പോണ ആളാ ഞാൻ. അങ്ങനെ എണ്ണയില് തെറ്റൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഈ 36 ഉണ്ട് എന്ത് ചെയ്യും? 36 അത് കാണണോ? അല്ല, കാണണം പറഞ്ഞ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഒരു 3 കൊല്ലം മുമ്പ് ഓഡിറ്റ് നടക്കുമ്പോ അന്ന് സുഗതൻ സാറായിരുന്നു റേറ്റർ. സുഗതൻ സാറ് നിങ്ങൾക്ക് ചാർജ് ഏൽപ്പിച്ച സമയത്ത് അന്ന് നിങ്ങൾ ഈ കണക്കൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി കറക്റ്റ് ചെയ്ത് വെച്ചിരുന്നു അതിന്റെ ഒക്കെ? അന്ന് ചെയ്തിട്ടില്ല. പോയില്ലേ? അല്ല, പോയില്ലേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അന്നിപ്പോ ഇതൊക്കെ ഉണ്ടാവുന്നല്ലേ നമ്മൾ വിചാരിക്കും. അങ്ങനെ പറ്റില്ല സാറേ. അത് നിങ്ങൾ ആ സമയത്ത് കറക്റ്റ് കണക്ക് മേടിക്കണോ? അല്ല, ഇത് കളിക്കല്ല. ഇതെന്തായാലും സാധനം കണ്ടുപിടിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമാവും, എല്ലാവരും പണി പോവും. അതൊക്കെ ആവും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളിപ്പോ എത്ര കിട്ടിയെന്നാ പറഞ്ഞത്? ഞാന് ഇപ്പൊ ഞാൻ ഇപ്പൊ എത്ര പറഞ്ഞു? ഇപ്പൊ എണ്ണി തിട്ടപ്പെടുത്തി. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു കണക്ക് പറഞ്ഞാണല്ലോ. അപ്പൊ നിങ്ങളത് കുറിച്ചും വെച്ചില്ലേ? എന്റെ സാറേ, ഞാൻ എന്നെ ആവേശത്തിൽ ഓടി വന്ന് ഇങ്ങോട്ട് പറഞ്ഞാണ്. പോയാ ഇനി അതൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾ പോയിട്ട് എണ്ണിയത് ഒരു കഷ്ട സാറേ.